ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാറില്ല. നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ പറയും നമ്മളെല്ലാം ലൈഫിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളായിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. ഓക്കെ. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയോ അങ്ങനെയുള്ള എന്താണ് നമുക്കൊട്ടും പ്രതീക്ഷിക്കാത്ത നമുക്കൊട്ടും നമ്മുടെ എന്താ പറയുക ദൂരെ കൂടി പോലും നമ്മുടെ മനസ്സിൽ വരാത്ത കാര്യങ്ങൾ എന്താണ് അൺഎക്സ്പെക്റ്റഡായിട്ട് വരാൻ പോകുന്നത് നോക്കാം. അതിന് മുന്നേ നിങ്ങളുടെ കറണ്ട് എനർജി കറൻ്റ്ലി നിങ്ങളുടെ എനർജി എന്താണെന്ന് പറയാം. അപ്പം അതിനുള്ള ഗൈഡൻസും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പാർട്ടായിട്ട് നോക്കാം. കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന മാത്രം എടുത്തിട്ട് പോവുക, ബാക്കിയുള്ളത് ഇവിടെ വെക്കുക. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് കാണുന്നുണ്ടാവും. ഓരോരുത്തർക്കും മിനിമം ഒരു മെസ്സേജെങ്കിലും തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് മുന്നേ നമുക്ക് ഫസ്റ്റായിട്ട് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. സ്പിരിറ്റ് നമുക്ക് അറിയേണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും എനർജിയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും എനർജി. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഓൾ റൈറ്റ്. വാവ്. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് തന്നെ വേൾഡ് കാർഡാണ്. ചില ആൾക്കാർ ഇപ്പം റീസെൻ്റ്ലി എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു കംപ്ലീഷൻ, ഒന്നുകിൽ ഒരു ജോബ് കഴിഞ്ഞു പുതിയൊരു ജോബിലേക്ക് കയറി, കംപ്ലീഷൻ ആൻഡ് ന്യൂ ബിഗിനിങ്. ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് റിസോൾവ് ആയി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ചില റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയില്ലേ ഇനി അതിനകത്ത് പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ല. ചില ആൾക്കാർക്ക് ജോബ് സിറ്റുവേഷൻസ് ആണ്, നിങ്ങൾ പുറത്തോട്ട് പോകാൻ റെഡിയാണ്, നിങ്ങൾ പുറത്തോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി പോകുന്ന ഡേറ്റ് മാത്രം കിട്ടിയാൽ മതി, ആ ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ ഇതുപോലെ എന്താ പറയുക പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പുറത്ത് പോയി. അപ്പോൾ അതിന് വേണ്ടുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴത്തേനും അതിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാവും എന്നുള്ള ഒരു കൺഫ്യൂഷൻ്റെ എനർജിയിലിരിക്കുകയാണ്. നോക്കാം നമുക്ക് എന്താണ് വരുന്നതെന്ന്. സ്പിരിറ്റ് നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും എനർജിയാണ്. വൺ മോർ ടൈം സ്പിരിറ്റ്. ഓക്കെ. ടെമ്പറൻസ്, മാനിഫെസ്റ്റേഷൻ, മാജിക്, മിറക്കിൾ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ. നിങ്ങൾ മിക്കവാറും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും മിക്കവാറും നമ്മൾ റീഡിങ്സ് ഒരുമിച്ച് കാണാറുള്ള ആൾക്കാരായിരിക്കണം. കാരണം മിറക്കിൾസ്, മാനിഫെസ്റ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു റീഡിംഗ് ആണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ അല്ലേ. അപ്പം ആ ഒരു മിറക്കിൾസിനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള ആഗ്രഹത്തിലിരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. പല മിറക്കിൾസും ഞാൻ ഇടയ്ക്ക് ഏതൊരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മിറക്കിൾ ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിനോട് ചോദിക്കാം. അപ്പോൾ അതിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ചില ആൾക്കാരെങ്കിലും ഇതിനകത്ത് കാണും. ജസ്റ്റ് ഒരു മിറക്കിൾ, ഭയങ്കര ഹ്യൂജ് മിറക്കിൾസ് ഒന്നും അല്ല ഗൈസ്. നമുക്ക് ഓരോരുത്തർക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യം വരുമ്പോൾ നമുക്കതൊരു മിറക്കിളാണ്. അപ്പം അങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത മിറക്കിളാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ കറണ്ട് എനർജി. നിങ്ങളുടെ ഉള്ളിൽ ഇൻസ്പിറേഷൻ ഉണ്ട്, ചെയ്യണം. ഒന്നുകിൽ ചില ആൾക്കാർ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കുന്നു. മുന്നോട്ട് പോകുന്ന മാത്രമല്ല, നമ്മൾ മനസ്സിൽ ആക്ഷൻ എടുക്കാനെല്ലാം റെഡിയായിട്ട് മാത്രം കാര്യമില്ല, അതിന് വേണ്ടുന്ന ഫൈനാൻസ് പരമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് റെഡിയായി വരുന്നു. അതുപോലെ തന്നെ ഹെൽപ്പ്. പല ആൾക്കാരൊന്നും നമ്മൾ പറയില്ലേ, നമുക്ക് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് അറിയില്ല നമ്മൾ ആരെ അപ്രോച്ച് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിനോടോ യൂണിവേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല സോഴ്സുകൾ വരും. ഈ പറഞ്ഞ പോലെ നമ്മൾ റാൻഡംലി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും യൂട്യൂബിനകത്ത് പല വീഡിയോസ് കിട്ടാം. ഗൂഗിൾ അല്ലെങ്കിൽ എ ഐ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം എന്തെങ്കിലും കുറിച്ച് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റി ഏതൊക്കെ റൂട്ട്സ് നമ്മൾ പറയാം സൊല്യൂഷൻസ്. നിങ്ങൾ പല ആൾക്കാരും പ്രശ്നം ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് വിളിക്കുന്നതിന് ഉപരി പല ആൾക്കാരും ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പ്രശ്നമല്ല, എല്ലാത്തിനും നമുക്ക് വരുന്ന സൊല്യൂഷനാണ്. ആ ഒരു സൊല്യൂഷൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ പല ആൾക്കാരും വന്നു തുടങ്ങി എന്നുള്ളതാണ് എനിക്കിതിനകത്ത് കിട്ടുന്ന വേറൊരു എനർജി. പിന്നെ നിങ്ങളിൽ പല ആൾക്കാർക്കും നമ്മൾ പറയില്ലേ നമ്മൾ വർദിയാണ്, നമ്മൾ പറയില്ലേ ചില സമയത്തേക്ക് നമുക്ക് ചില സമയത്ത് തോന്നും നമുക്ക് അത്രയും വേർദിനെസ് ഇല്ല, നമ്മൾ എനഫ് അല്ല എന്നുള്ള ഫീലിംഗ് ഒക്കെ വരും. പക്ഷേ എനിക്കിവിടെ കിട്ടുന്ന എനർജിയിൽ ഇപ്പം നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് ചേഞ്ചസ് ആണ്.
എനിക്കറിയില്ല ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവുമെന്ന്. കാര്യം ഇതിൽ ഒരുപാട് ആറ്റിറ്റ്യൂഡ് ചേഞ്ചാണ്. ഞാൻ എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കിനി കിട്ടി തുടങ്ങണം. ഓക്കെ, എന്നാൽ മാത്രമേ എനർജി ബാലൻസിലാവുള്ളൂ. ചില ആൾക്കാർ എന്താ പറയുക, മറ്റുള്ളവർക്കെല്ലാം കൊടുത്തുകൊണ്ടേ ഇരിക്കും, നമുക്ക് ഇങ്ങോട്ട് കിട്ടില്ല. അവസാനം എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ എനർജി മൊത്തം ഡിപ്ലീറ്റ് ആയി പോകും. ഓക്കെ, അപ്പം അങ്ങനെ ഡിപ്ലീറ്റായി പോവാതെ എല്ലായിടത്തും, അതിപ്പം ഏത് ഫീൽഡാണ്, ഇപ്പം നമ്മുടെ വീട്ടിലായിരുന്നാലും അല്ലെങ്കിൽ പുറത്തിറങ്ങി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നാലും ഏത് ഏരിയയിലായിരുന്നാലും നമ്മൾ ഇനഫാണെന്നും, അത് മാത്രമല്ല നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ പ്രതീക്ഷിക്കും എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ പറയില്ലേ, നിങ്ങളിൽ ചില ആൾക്കാരെങ്കിലും അങ്ങോട്ടെല്ലാം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും, ഇങ്ങോട്ടൊന്നും കിട്ടാറുണ്ടാവില്ല, അങ്ങനത്തെ ഒരു പതിവും ഉണ്ടാവില്ല. പക്ഷേ ഇനി നിങ്ങളത് ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും, ലൈക്ക് ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇനി നോക്കാം എന്താ ചെയ്യേണ്ടത്, അതും അനുസരിച്ച് ഞാൻ നീങ്ങാം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളും നിങ്ങളുടെ മൈൻഡും മാറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് എനർജി. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതല്ല പ്രശ്നം. നമുക്ക് ആക്ച്വലി മിക്കവാറും ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പം കൊടുക്കുന്നത്, നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ഇതുകൊണ്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പം അതിലൂടെ നമ്മളെ ലൈഫിൽ ഇംബാലൻസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യും അല്ലേ. ഡെഫിനറ്റ്ലി ചില ആൾക്കാർ പുറത്തോട്ട് പോകുന്നതിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള മൈൻഡ് സെറ്റും എല്ലാം. ഓക്കെ, പിന്നെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വോക്ക് അവേ ചെയ്ത് പോകുന്നു, പുറത്ത് പോകുന്നു. പല എന്താ പറയുക, നമ്മുടെ ലൈഫിലുള്ള ചില ആൾക്കാരുടെ എനർജീസ്, കംപ്ലീഷൻ്റെ എനർജിയും കൂടെ ഉണ്ട് ഉറപ്പായിട്ടും. ഓക്കെ, നിങ്ങൾ പല ആൾക്കാർക്കും ഈ പറഞ്ഞ കംപ്ലീഷൻ്റെ എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ടഫ് സിറ്റുവേഷനിലാണെങ്കിൽ അത് കംപ്ലീറ്റായി അതിനപ്പുറത്തേക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം റിസീവ് ചെയ്യാൻ, നമ്മൾ പറയില്ലേ, നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോരുത്തരും ബ്ലെസ്ഡ് ആണെന്നും നമുക്ക് ഓരോ ബ്ലെസ്സിങ്സ് ഉണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ പലപ്പോഴും ഇതെപ്പം വരും എന്നുള്ളൊരു ചോദ്യം മാത്രം ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ അതിനു വേണ്ടി റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആവാറില്ല. പക്ഷേ ഇവിടുത്തെ കാർഡ്സിൻ്റെ എനർജി വൈസ് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. റിസീവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരുന്നു, ഓപ്പൺ ആവുന്നു, നമ്മുടെ മൈൻഡ് ഓപ്പൺ ആവുന്നു. എന്താ പറയുക, ഐ എം ഓപ്പൺ ടു റിസീവ് ഓൾ അബണ്ടൻസ് ബ്ലെസ്സിങ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിലുള്ള എനർജിയിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ നമ്മളിത് ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് റെസണേറ്റ് ആവുമേ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന എന്താ പറയുക, എൻ്റെ ചാനലിൽ എനിക്ക് കിട്ടുന്ന എനർജീസ് എന്ന് പറയുന്നത് തന്നെയാണ് ഞാനിത് പറയാറ്. പക്ഷേ ഇവിടെ ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിൽ വെച്ചാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പുറത്ത് എക്സ്റ്റേണൽ ചേഞ്ചിന് മുന്നേ നമ്മുടെ ഇൻറ്റേർണലിയാണ് ചേഞ്ച് വരുന്നത്. അപ്പം അവിടെ ഒരുപാട് ചേഞ്ചസ് ഞാൻ ഇതിനകത്ത് കാർഡ്സിനകത്ത് എനർജി വൈസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട്. അപ്പം അത് എത്രയും പെട്ടെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ള രീതിയിൽ മാനിഫെസ്റ്റായി വരട്ടെ. കാരണം പല മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ റിയാലിറ്റിയിൽ വരുമ്പോഴാണ് യെസ് നമ്മളും ബ്ലെസ്ഡ് ആണ്, നമ്മുടെ ലൈഫിലും ബ്ലെസ്സിങ്സ് ഉണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വന്നു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനത്തെ കോൺഫിഡൻസിലേക്കാണ് നിങ്ങൾ ഓഫ് കോഴ്സ് പോകുന്നത്. ഇപ്പം നിങ്ങൾ പറയും അയ്യോ എനിക്ക് അങ്ങനത്തെ സയൻസ് ഒന്നും കാണുന്നില്ല മാം എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ എന്താ പറയുക, എല്ലാ സാധനവും ഒരേപോലെ അലൈൻഡായിട്ട് നമ്മുടെ കൈ കിട്ടണം എന്നില്ല. പക്ഷേ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പോലും അറിയാണ്ട് അലൈൻഡാക്കി ദൈവം നമ്മുടെ കയ്യിൽ തരും, അതിൽ ഡൗട്ടേ വെക്കരുത്. ഓക്കെ, ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം നിങ്ങളുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് എന്തെന്ന് നോക്കാം. അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ആണ് സ്പിരിറ്റ്, ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ആണ്. ഇമ്മീഡിയറ്റ് അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ഇൻസ്പിറേഷൻ തന്നെയാണ്. നിങ്ങൾ പല ആൾക്കാരും കൺഫ്യൂസ്ഡ് ആണ്, ചെയ്യണോ വേണ്ടേ, ആക്ഷൻ എടുക്കണോ വേണ്ടേ എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് അങ്ങനെയാണ്. വേണം വേണ്ട ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് തുടങ്ങി, ആരുന്ന പോലെ വരട്ടെ എന്നായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അത് തുടക്കം മാത്രമായിരുന്നു. തുടങ്ങി പിന്നെ കുറച്ച് നാൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആസ്ട്രോടോക്കിനകത്ത് ചെയ്യുന്നുണ്ട്, ടാരോ റീഡിങ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഇതുപോലെ ലൈവ് പോകാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ച് യൂട്യൂബിൽ ലൈവ് പോകുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അറിയാവുന്ന ആൾക്കാരെയും ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു, അവരെ കൊണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം റാൻഡംലി എനിക്കറിയില്ല നിങ്ങൾക്ക് എൻ്റെ
വീഡിയോസും എൻ്റെ മൊത്തത്തിലുള്ള എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്ര വലിയ ടെക്കി അല്ല. അതുപോലെ തന്നെ എൻ്റെ പലതിലും ടെക്നോളജി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അതിൻ്റേതായൊരു പ്രശ്നം എനിക്ക് ഈ പറഞ്ഞ പോലെ ആ സ്റ്റാർട്ടിങ് ടൈമിൽ ഭയങ്കരമായിട്ട് ഞാൻ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ ആസ്ട്രോ ടോക്കിനകത്ത് നമ്മൾ കയറി ഒരു ഹാഫ് ആൻ അവർ പോലും ആവുന്നതിന് മുന്നേ 4000-5000 ആൾക്കാരൊക്കെയാണ് വ്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഇവിടെ ഞാൻ അന്ന് കയറി അരമണിക്കൂറായി, ഒരു മണിക്കൂറായി, 1.5 മണിക്കൂറായി, ആരുടെ അനക്കമൊന്നുമില്ല. അപ്പം എവിടെയാണ് എങ്ങനെ തുടങ്ങേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊന്നും വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ 10 ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ഉള്ളിൽ നിന്ന്. ഈ പറഞ്ഞ പോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ വർഷമാണ്, അതായത് 2024 ഞാൻ ആക്ച്വലി ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ വർഷമാണ് ഞാൻ പിന്നെ ഒരു സ്ട്രാറ്റജി പോലെ ലൈക്ക് എല്ലാ ദിവസവും ഒരു വീഡിയോ എന്നുള്ളൊരു സ്ട്രാറ്റജി പോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങിയത്. ലൈക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ പറയില്ലേ, നമ്മൾ എല്ലാത്തിനും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പുഷ് വരണം. അപ്പോൾ മാത്രമായിരിക്കും നമ്മുടെ റിയാലിറ്റിയിൽ പലതും മാനിഫെസ്റ്റായി വരിക. പിന്നെ ഡിലേയ്സ്, എൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും എനിക്ക് ആദ്യമേ പറയാനുള്ള കാര്യം, എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ചാടിക്കറി റിസൾട്ട് എന്നുള്ള രീതിയിലേ വിചാരിക്കരുത്. കാരണം നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിൽ കുറച്ച് ഡിലേയ്സ് ഉണ്ട്. ഡിലേ ഒരിക്കലും ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല. ആ ഡിലേ നമുക്ക് ഡിവൈൻ കണക്ഷനാണ്. ഓക്കെ, ഡിവൈനായിട്ടുള്ള ഡിലേയ്സാണ്. കറക്റ്റ് സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങി, എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോസ് ഇട്ടൊരു 50-55 വീഡിയോസോളം ഇട്ടു. അപ്പോഴും 100 വ്യൂ, 110-100 കടന്നിട്ടുണ്ടായിരുന്നില്ല, 90-95 അങ്ങനെയൊക്കെയാണ് വ്യൂ. അപ്പം ചെയ്യാൻ സാധാരണ ഇത് നമ്മൾ പറയില്ലേ, നമുക്ക് ആ ചെയ്യുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ. ഇപ്പം നിങ്ങൾ എല്ലാ ദിവസവും എനിക്ക് ഇടണമെന്ന് പിന്നെയും എനിക്ക് ഉള്ളിൽ നിന്ന് ഇൻസ്പിറേഷൻ തോന്നുന്നത് നിങ്ങൾ കാണുന്ന അനുസരിച്ചാണ് അല്ലേ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് കാണുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി എനിക്ക് ഉറങ്ങണം. ഞാൻ സീരിയസ്ലി സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങി 12:30 ആയി ഇപ്പം രാത്രി ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഇന്ന് വീഡിയോ ചെയ്യാൻ വയ്യ. സീരിയസ്ലി എനിക്ക് അങ്ങ് ഉറങ്ങിയാൽ മതി എന്നുള്ളതാണ്. പിന്നെ എന്തോ എനിക്ക് പിന്നെ ചെയ്യാതിരിക്കാൻ തോന്നാത്തതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ഇരിക്കുന്നതാണ്. അപ്പം ആ ഒരു ഇൻസ്പിറേഷനാണ്, മനസ്സിലായില്ലേ. അപ്പം നിങ്ങളുടെ ലൈഫിലാണെങ്കിലും അയ്യോ ചെയ്താൽ ഉടനെ സക്സസ് എന്നുള്ളൊരു മാജിക് അങ്ങനത്തെ ഒരു സാധനം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. അതും പ്രത്യേകിച്ച് ഒരു പുതിയ കാര്യം. എനിക്ക് പലരെയും പേഴ്സണലി അറിയാം. ലൈക്ക് അവർക്കൊക്കെ പ്ലാൻസൊക്കെ ഭയങ്കര വലുതാണ്. ഓക്കെ, നമുക്ക് ചെയ്യുമ്പോൾ ലക്ഷങ്ങളുടെ ബിസിനസ്, കോടികളുടെ കാര്യങ്ങൾ, ടേൺ ഓവർ കാര്യങ്ങൾ. പക്ഷേ ഈ ലക്ഷം കോടിക്കും എല്ലാത്തിനും മുന്നേ നമ്മളൊരു 0 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. നമ്മളെല്ലായിടത്തും ഒരു തുടക്കം വേണം അല്ലേ. ലക്ഷങ്ങളും കോടികളും അതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഒരു തുടക്കം എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ 0 ആയിരിക്കും, പെർഫെക്റ്റ് 0 ആയിരിക്കും. അവിടെ നിന്നായിരിക്കണം നമ്മുടെ തുടക്കം. എല്ലാവരും പെർഫെക്റ്റ് 0 തുടങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്. ലക്ഷങ്ങൾ കോടികളുടെ ബിസിനസ് മാത്രം മനസ്സിൽ വരുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല. നമുക്ക് എന്താണ് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്നത് അത് ചെയ്യുക, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുക. അതിന് വേണ്ടുന്ന ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ ചുമ്മാ എന്ന് കത്തി പറയുന്നതല്ല, സീരിയസ് ആയിട്ടും പറയുന്നത്. കാരണം ഞാൻ ടാരോ റീഡിങ്സ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനത് ചെയ്ത് തുടങ്ങിയ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്കറിയില്ല, ആസ്ട്രോ ടോക്കിൽ എനിക്കിപ്പം ടച്ച് വുഡ് എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വരുമാനം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ഫുൾ ടൈം ഒരു ആസ്ട്രോ ടോക്കിൽ റീഡറും കാര്യമായിട്ടൊന്നും ഇരിക്കുന്ന ആളല്ല. ബട്ട് എന്നിരുന്നാലും ഞാൻ ഇരിക്കുന്ന 2-3 മണിക്കൂറായിരിക്കും മാക്സിമം. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ എനിക്കത് ഇഷ്ടമുള്ള കാര്യമായിട്ടാണ് എനിക്ക് അതിനകത്തുള്ള റവന്യൂ ജനറേറ്റ് ആയി വരുന്നത്. ഇതിപ്പോൾ ആരെങ്കിലും തല്ലിപ്പഴിപ്പിച്ച് വിട്ടുന്ന സാധനമാണെങ്കിൽ ഞാൻ ചെയ്യുമ്പോഴും അതിനകത്ത് എനിക്ക് എൻ്റെ ഉള്ളു മുഴുവൻ വരില്ല. ഇതെൻ്റെ സ്പിരിച്വൽ ഗൈഡൻസ് മീൻസ് സ്പിരിച്വൽ ജേണിയാണ്. അപ്പോൾ ആ സ്പിരിച്വൽ ജേണിയിൽ എനിക്ക് സ്പിരിറ്റ് ഗൈഡഡ് ആയിട്ടുള്ള മെസ്സേജ് വരുന്നു, ഞാനത് ഡെലിവർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു പോസ്റ്റ്മാൻ്റെ ജോലി മാത്രമാണ്. പക്ഷേ അത് ചെയ്യുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്, ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ആ ഒരു 3-3.5 മണിക്കൂർ എന്ന് പറയുന്നത് ചെയ്യുന്ന ആ ഒരു സമയത്തും ഞാൻ ഡിവൈൻലി കണക്റ്റഡ് ആണെന്ന് എനിക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും. കാരണം ആ ഒരു മെഡിറ്റേഷൻ എനർജിയും ആ ഒരു ആംബിയൻസും ഒക്കെ എടുത്തിട്ട് ആ ക്രിസ്റ്റൽസിൻ്റെ കൂടെയൊക്കെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്ലസ് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യുമ്പം ആ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ വേണ്ട, അങ്ങനത്തെ തോട്ട് പ്രോസസ്സിൻ്റെ കാര്യമില്ല. അതുപോലെ തന്നെ ചില കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഫാസ്റ്റ് ക്വിക്ക് എനർജി എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കിയത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയില്ലേ, ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമെന്നേ വിചാരിച്ചില്ല, അങ്ങനെ ഒരു ഓഫറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയോ വരുമെന്ന് വിചാരിച്ചതേ ഇല്ല. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. ചില ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ്. നിങ്ങൾ പുറത്തോട്ട് പോകാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു, അതിനെക്കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ട്രാവൽ റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നു. ചില ആൾക്കാർക്ക് ഉറപ്പായിട്ടും സ്പിരിച്വൽ ജേണിയിൽ
അതുപോലെ തന്നെ എന്താ പറയുക, സ്പിരിച്വൽ ജേർണിയാണ്. അത് മാത്രമല്ല എന്താ പറയുക, ചില അവേക്കനിങ്സ് ആണ്. ചില ആൾക്കാരെക്കുറിച്ചുള്ള അവേക്കനിങ്സ്, ചില സിറ്റുവേഷനെ കുറിച്ചുള്ള അവേക്കനിങ്സ്, പലതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നമ്മൾ പറയില്ല. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത് തന്നെ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷനിലൂടെയാണ്. അപ്പം ആ ഒരു ക്ലാരിറ്റി നമ്മുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയും എനിക്കിവിടെ നിങ്ങളുടെ എനർജിയിൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ചില ആൾക്കാർക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആണ് കേട്ടോ, ഒട്ടും പ്രതീക്ഷിക്കാത്തത്. നിങ്ങൾ ചില ആൾക്കാർ ഡിസൈഡ് ചെയ്യാണ് ലൈക്ക് എനിക്കിഷ്ടമുള്ള കാര്യമായിരിക്കും ഞാൻ ചെയ്യുക എന്നുള്ളത്, എൻ്റെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ളത്. ചില ആൾക്കാർ ഡിസിഷൻ എടുക്കുകയാണ്, അതനുസരിച്ച് ആക്ഷൻ എടുക്കുകയാണ്. ഈ പർട്ടിക്കുലർ പേഴ്സണിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. പുള്ളിക്കാരന് വേറൊന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് കേട്ടോണ്ടിരിക്കാനാണ് നമുക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്നു പറയട്ടെ. ചില ആൾക്കാർ തുടങ്ങുമ്പോഴേ പറയും, അയ്യോ ഇത് തുടങ്ങിയാൽ എന്ത് വല്ല രക്ഷയുണ്ടാ, രക്ഷപ്പെടുമായിട്ട് തന്നെ, അതാ ഉള്ള സമയവും എനർജിയും എല്ലാം കളഞ്ഞ് പൈസയും കളയാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുടങ്ങുന്നതൊക്കെ ചോദിക്കും. അതിനൊക്കെ നോക്കി ഇരുന്നിട്ട് തിരിച്ച് മറുപടി കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ തന്നെ ചെയ്യുക. നമ്മൾ നമ്മുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിപ്പം ഈ മെസ്സേജ് എനിക്കും കൂടെ റെലവൻ്റ് ആണ്. ഓക്കെ, എവിടെ ഞാൻ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ പറയും നമ്മുടെ ഫാമിലി എവിടെ എന്നുള്ളത് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്കറിയാം ലൈക്ക് അത് വരും, ജോയിൻ ചെയ്ത് വരും. ഈ വർഷം എൻ്റോടുകൂടി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു എന്താ പറയുക, ഒരു ഹ്യൂജ് ചേഞ്ച് ഉറപ്പായിട്ടും നമ്മുടെ ചാനലുണ്ടാവും. ഓക്കെ, കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ പറയില്ലേ, എൻ്റെ ലൈഫിൽ എല്ലാ സാധനവും കുറച്ച് ഡിലേസ് ഉണ്ട്. പക്ഷേ ഡിലേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലൈഫ് നിന്ന് പോയിട്ടൊന്നുമില്ല. എല്ലാ രീതിയിലും ഞാൻ ബ്ലെസ്ഡ് ആണ്. പക്ഷേ കുറച്ച് എല്ലാ കാര്യത്തിലും ഒരു ഡിലേസ് ഉണ്ട്. പക്ഷേ ആ ഡിലേയും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. കാരണം കിട്ടുന്ന ഓരോ മൊമെൻറ്റ്സ്, ഇന്നിപ്പം ഞാൻ ഇരിക്കുന്ന സമയത്ത് രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓഫീസുള്ള ദിവസമാണെങ്കിൽ ഓഫീസിൽ പോകും. ഓഫീസിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ മോളെ പഠിപ്പിക്കേണ്ട ദിവസമാണെങ്കിൽ ഞാൻ മോളെ പഠിപ്പിക്കണം. മോളെ പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ആസ്ട്രോ ടോക്കിൽ കയറുന്നത്. ആസ്ട്രോ ടോക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ചെയ്യണം. അതായത് ഒരു സമയത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ആലോചിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പോൾ ഒരാൾ എന്നെ പറഞ്ഞ എന്താണെന്നോ അല്ലെങ്കിൽ അവരെൻ്റെ അടുത്ത് പെരുമാറിയത് എങ്ങനെയാണെന്നോ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാനും, അതിൽ ഇപ്പം ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തെ എനിക്ക് മറുപടി പറയേണ്ടിയിരുന്നത് എങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ ഞാൻ ആ സമയത്ത് വാടച്ച് വെച്ചതും അല്ലെങ്കിൽ ഞാൻ ഇതാണ് പറയേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരുപാട് ചിന്തിക്കുന്ന ടൈമുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഞാൻ ആ സമയത്തൊക്കെ എപ്പോഴും ഞാൻ സ്പിരിറ്റ് ഗൈഡ്സിനോട് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ സമയം വേണ്ട. കാരണം ഈ പറഞ്ഞ പോലെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഇഷ്ടം പോലെ ചിന്തിക്കാനുള്ള സമയം കിട്ടും. അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടായി വരും. പക്ഷേ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കുക. നിങ്ങളിൽ പല ആൾക്കാരും മനസ്സിൽ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ ഫ്രീ ആണ് മാം, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വേറെ പരിപാടികളൊന്നുമില്ല, ഇങ്ങനെ നോക്കിയിരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ശരിയാവുമായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു ഗൈഡൻസ് എന്ന് വെച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു സമയം വരും. ലൈക്ക് നിങ്ങൾ ഫുള്ളി പാക്ഡ് ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ റിസോഴ്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന മണി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം വരും. അപ്പം ഇപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള ആൾക്കാരല്ലെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഓരോ മൊമെൻറ്റ്സും നല്ല രീതി എൻജോയ് ചെയ്യുക. ഓക്കെ, അല്ലാതെ നെഗറ്റീവായിട്ട് വിചാരിക്കുകയോ അല്ലെങ്കിൽ അയ്യോ ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിക്കുകയൊന്നും ചെയ്യില്ല. കാരണം ഇപ്പം കിട്ടുന്നത് ഇപ്പം മാത്രമേ ഉള്ളൂ. ഈ പ്രസൻറ്റ് മൊമെൻറ്റ് അത് മാക്സിമം അതിൻ്റെ 100% എൻജോയ് ചെയ്യുക. അതിന് വേണ്ടതെല്ലാം എടുക്കുക. ഓക്കെ, ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കണ്ട. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ ടെൻഷന് വേറെ ഗുണമൊന്നുമില്ല. നമ്മൾ ചില കാര്യങ്ങൾ ടെൻഷൻ അടിച്ച് ഭയങ്കര യൂസാണ്. പക്ഷേ ഇവിടുത്തെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് രാത്രി ഉറക്കവും കിട്ടില്ല, നമ്മളുള്ള സമാധാനം പോവും. നമുക്ക് എന്താ പറയുക, ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ റിസൾട്ടായിട്ട്, വേറെ പ്രത്യേകിച്ചൊന്നും റിയാലിറ്റിയിൽ വരില്ല. ബട്ട് ഈ മനസ്സിൻ്റെ ടെൻഷൻ്റെ എനർജിയിൽ നിന്ന് നമ്മൾ നേരെ മെഡിറ്റേഷൻ്റെ എനർജിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായൊരു മാറ്റം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. ഓക്കെ, നമ്മുടെ മൈൻഡ് സെറ്റിലും ഒക്കെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യും. അപ്പം അത് നിങ്ങൾക്കുള്ള 100% ഗൈഡൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്പിറേഷൻ, നിങ്ങൾ പല ആൾക്കാരും ആക്ഷൻസൊക്കെ എടുത്തിട്ടുണ്ടാവും. ആ ആക്ഷൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. ആ റിസൾട്ട് എന്താണെന്നുള്ള രീതിയിൽ അവൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി പോസിറ്റീവ് റിസൾട്ടായിരിക്കും. കാരണം പോസിറ്റീവ് റിസൾട്ടും അതുപോലെ തന്നെ നമ്മൾ പറയും, നമ്മൾ ചെയ്തതിൻ്റെ ഞാൻ ഇത്ര നാളുകൊണ്ട് കുറച്ച് നാളായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഈ ബിസിനസ്സും കാര്യത്തിൻ്റെയൊക്കെ റിസൾട്ട് എന്തായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും അൾട്ടിമേറ്റ് എനിക്കുള്ള ഗെയിൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ
ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് പറയാനുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നു. ചില ആൾക്കാർ ഉറപ്പായിട്ടും ബിസിനസ്സിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. കാരണം ബിസിനസ്സിൻ്റെ എനർജി എനിക്കിവിടെ കൂടുതലും കിട്ടുന്നത്. അപ്പം അതിനെക്കുറിച്ച് ആക്ഷൻ എടുക്കാൻ പറ്റുവാണെങ്കിൽ ആക്ഷൻ എടുക്കുക, ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പെങ്കിലും എടുത്ത് വെക്കുക. ഓക്കെ, അതിന് വേണ്ടുന്ന രീതിയിലൊരു സ്പേസ് കണ്ടുപിടിക്കേണ്ടതാണ് ഫസ്റ്റ് സ്റ്റെപ്പെങ്കിലും. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് റെലവൻ്റായിട്ട് ഫീൽ ചെയ്യുന്നത് അത്. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എപ്പോഴും നിങ്ങൾക്ക് പാഷനുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് പാഷനുള്ള കാര്യത്തിൽ തന്നെ എന്താ പറയുക, ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക മാക്സിമം. എനിക്ക് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ബ്ലെസ്സിങ്സ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നതാണ് നമ്മൾ നോക്കിയത്. കൊള്ളാം, നല്ല എനർജിയാണ്. അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിയാലിറ്റിയിൽ എത്രയും പെട്ടെന്ന് മാനിഫെസ്റ്റായി വരട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ. എല്ലാ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ റീഡിങ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഈ എനർജീസ് അല്ലെങ്കിൽ ഈ കാർഡ്സിനകത്ത് നിന്ന് കിട്ടി എന്നുള്ളത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.